ഹലോ ഫ്രണ്ട്സ്, മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് MCUവിൻ്റെ സിനിമ ഫോർമുലയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ല പരിചിതമാണ്. മാർവൽ സ്റ്റുഡിയോസിൻ്റെ സിനിമകളൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതുമാണ്. സൂപ്പർ ഹീറോസും സ്റ്റാർ വാറും ഒക്കെയുള്ള പ്രേക്ഷകരെ സ്വപ്നം കാണാൻ തന്നെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള സിനിമകളാണ്. ഇത്തരം കഥകൾ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ മറ്റുള്ളവർക്കും ചെയ്തുകൂടെ? മാർവൽ സ്റ്റുഡിയോസിന് മാത്രമല്ലല്ലോ ചെയ്യാവുന്നത്. തീർച്ചയായും വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ അടുത്ത് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് പടം സൂപ്പർ ഡീലക്സ് ആണ്. ത്യാഗരാജൻ കുമാരരാജയുടെ രണ്ടാമത്തെ സിനിമ. ശില്പ എന്ന ട്രാൻസെക്ഷൽ കഥാപാത്രമായി വിജയ് സേതുപതി എത്തിയ സിനിമ, ഫഹദ് ഫാസിലൊക്കെ അഭിനയിച്ച സിനിമയായിരുന്നു. തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ അപ്രതീക്ഷിതമായി ഒരു ഏലിയൻ പ്രത്യക്ഷപ്പെടുന്ന രംഗമുണ്ട്. ഏലിയൻസ് അമേരിക്കയിൽ മാത്രമല്ലല്ലോ, നമ്മളെ നാട്ടിലും വന്നുകൂടെ എന്നുള്ള വളരെ രസകരമായൊരു ചോദ്യം പോലും ആ സിനിമ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ മാർവൽ സ്റ്റുഡിയോസിൻ്റെതല്ലാതെ ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിം നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷസാം എന്നാണ് ആ സിനിമയുടെ പേര്. അമേരിക്കയിലെ ലോക പ്രശസ്തമായ DC കോമിക്സിലെ നായക കഥാപാത്രമാണ് ഷസാം. വാർണർ ബ്രദേഴ്സിന്റെ ന്യൂ ലൈൻ സിനിമ സ്റ്റുഡിയോസ് ആണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഷസാം DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിന്റെ 7ാമത്തെ ഇൻസ്റ്റലേഷനാണ്. ലൈറ്റ്സ് ഔട്ടും അന്നാബെൽ ക്രിയേഷനും ഒക്കെ സംവിധാനം ചെയ്തിരിക്കുന്ന തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകനായി അറിയപ്പെടുന്ന ഡേവിഡ് സാൻബർഗ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാവുന്ന നല്ല പടമാണ്. കുട്ടികളെയും കൂട്ടി കുടുംബസമേതം തന്നെ കാണാം. കോമിക്കുകളും സൂപ്പർ ഹീറോ സിനിമകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ടിക്കറ്റ് എടുക്കാം. ചിത്രത്തിൽ ഉടനീളമുള്ള കോമഡിയും അഭിനേതാക്കളുടെ മികച്ച പെർഫോമൻസും വളരെ ജെനുവിനായി നമുക്ക് അനുഭവപ്പെടുന്ന ഇമോഷണൽ രംഗങ്ങളും ഹൊററും സാഹസികതയും എല്ലാം ചേരുന്ന ചിത്രമാണ് ഷസാം. സിനിമയുടെ കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയാതെ വയ്യ. സാധാരണക്കാരനായ ഒരു സ്കൂൾ കുട്ടി ഒരു ദിവസം പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സൂപ്പർ ഹീറോ ആയി മാറുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ബെല്ലി ബാറ്റ്സൺ എന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള അനാഥനായ ആൺകുട്ടി ചാമ്പ്യൻ ഓഫ് എറ്റേണിറ്റി ഷസാമായി മാറുന്ന കഥയാണ് ഈ ചിത്രം. സോളമന്റെയും ഹെർക്കുലീസിന്റെയും അറ്റ്ലസിന്റെയും സിയൂസിന്റെയും മെർക്കുറിയുടെയും ഒക്കെ കഴിവുകൾ മേളിക്കുന്ന സൂപ്പർ ഹീറോ, അതാണ് ഷസാം. സംവിധാന മികവും അവതരണത്തിൽ ഉടനീളം പുലർത്തുന്ന പുതുമയും മികച്ച സസ്പെൻസും ഒക്കെയാണ് ചിത്രത്തിലെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. മാത്രമല്ല, സിനിമയുടെ അവസാനം നമുക്കെല്ലാം പ്രിയപ്പെട്ട സുപരിചിതനായ മറ്റൊരു സൂപ്പർ ഹീറോ കൂടി എത്തുന്നുണ്ട്. അതാരെന്നറിയാൻ സിനിമ തന്നെ കാണുക. പടം തീർന്നിട്ട് പതിവ് പോലെ 2ാം ഭാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്പാർക്കും കണ്ടിട്ട് നമുക്ക് തിയേറ്റർ വിടാം. അമേരിക്കൻ നടനും ഗായകനുമൊക്കെ ആയ സാക്കറി ലീവായാണ് ഈ ചിത്രത്തിൽ ഷസാം എന്ന സൂപ്പർ ഹീറോയായി വേഷമിട്ടിരിക്കുന്നത്. മാക്സിമ അലക്സാൻഡ്രിയയാണ് ഷസാമിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ വോൾഫിഷ് ആണ് സംഗീതം. 3.75 ഔട്ട് ഓഫ് 5 ആണ് ഞാൻ ഈ പുതിയ അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിമിന് നൽകുന്ന റേറ്റിംഗ്. തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു ദൃശ്യാനുഭവമായിരിക്കും നമുക്ക് ഈ സിനിമ സമ്മാനിക്കുന്നത്. മികച്ച സാങ്കേതിക മികവുള്ള തിയേറ്ററുകളിൽ പോയി കാണുകയാണെങ്കിൽ ശബ്ദ സംവിധാനത്തിലൊക്കെ വളരെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. പടം തീർന്നതിന് ശേഷം പതിവ് പോലെ 2ാം ഭാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സ്പാർക്കും കണ്ടിട്ട് നമുക്ക് തിയേറ്റർ വിടാം. അമേരിക്കൻ നടനും ഗായകനും ഒക്കെയായ സാക്കറി ലീവായാണ് ഈ ചിത്രത്തിൽ ഷസാം എന്ന സൂപ്പർ ഹീറോയായി വേഷമിട്ടിരിക്കുന്നത്. മാക്സിമ അലക്സാൻഡ്രിയയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ബെഞ്ചമിൻ വാൾഫിഷ് ആണ് ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത്. 3.75 ഔട്ട് ഓഫ് 5 ആണ് എൻ്റെ റേറ്റിംഗ്, ഞാൻ ഈ ചിത്രത്തിന് കൊടുക്കുന്ന റേറ്റിംഗ്. ഈ പുതിയ അമേരിക്കൻ സൂപ്പർ ഹീറോ ഫിലിം തീർച്ചയായും തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക. മികച്ച സാങ്കേതിക മികവുള്ള തിയേറ്ററുകളിൽ നിന്നാണ് നിങ്ങൾ സിനിമ കാണുന്നതെങ്കിൽ ശബ്ദലേഖനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി കാണാം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ റിവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുറന്നെഴുതുക. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.